Praise the Lord. ഒരിക്കൽ കൂടെ ഏവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ വന്ദനം. I greet everybody one more time in the name of Jesus who coming soon. Praise the Lord. Hallelujah. Hallelujah. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. God is among us. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. The God of miracles is living. അതിശയങ്ങളുടെ ദൈവം ജീവിക്കുന്നു. God of wonders is living. ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. The miracle working God is still working. Praise the Lord. Hallelujah. കഴിഞ്ഞ ചില ആഴ്ചകളായി കൊടുക്കുക എന്ന വിഷയത്തെ കുറിച്ച് നാം സവിസ്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. Last few weeks we were thinking about giving. Praise the Lord. Hallelujah. ആദ്യമേ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ ദൈവമക്കൾ കടന്നു വരണം എന്ന ഭാഗത്തെ കുറിച്ച് ചിന്തിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. We got an opportunity to learn about the children of God have to come to His presence to give to God. ആദ്യമേ എന്താണ് കൊടുക്കേണ്ടത് എന്ന് നാം കാണുവാനിടയായി. We seen that what we had to give Him first. ദൈവത്തിന് മാനവും മഹത്വവും കൊടുക്കുവാൻ, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ദൈവമക്കൾ ആലയത്തിൽ കടന്നു വരണം. The children of God have to come to the temple to give the Lord the honor and the glory He need according the way He deserve it. കഴിഞ്ഞ ആഴ്ച നാം കാണുകയുണ്ടായി, നാം നേർന്നാൽ കൊടുത്തിരിക്കണം, നാം എന്തെങ്കിലും പ്രോമിസ് ചെയ്താൽ അത് കൊടുത്തിരിക്കണം. Last week we heard that if we vow anything or we promise anything to God, we must give that to God. അത് കൊടുക്കുവാൻ പ്രയാസമുള്ള വകയാണെങ്കിലും വസ്തുവാണെങ്കിലും പേഴ്സൺ ആണെങ്കിലും കൊടുക്കുവാൻ ഹൃദയം പറിച്ചു കളയുന്ന വേദനയുണ്ടെങ്കിലും കൊടുക്കുവാൻ നീ നേർന്നാൽ അത് കൊടുത്തിരിക്കണം. If you promise to God or vow to God, you have to give it. It doesn't matter how hard it is, even it may be killing your heart or anything, or it's so painful, still you have to give it. ഇത്താക ദൈവത്തിലെ കണ്ടീഷൻ വെച്ച് എടുത്ത തീരുമാനമാണ്. Jephthah took a decision with the condition to God. ഞാൻ യുദ്ധത്തിന് പോയി ജയിച്ചു മടങ്ങി വന്നാൽ എന്റെ വീടിന്റെ വാതിക്കൽ നിന്ന് ആര് എന്നെ ഏത് എന്ത് എന്നെ അനുഗമിക്കുമോ, എന്നെ സ്വീകരിക്കാൻ വരുന്നോ, അത് നിനക്ക് ഹോമയാഗമായിരിക്കും. The Lord, He promised that when I coming after the victory, if one to my gate, whoever coming to meet me the first, it doesn't matter person or thing or anything, it belong to you. നമ്മളും അങ്ങനെ കണ്ടീഷൻ വെച്ച പല സന്ദർഭങ്ങളിൽ ദൈവസ്ഥനിൽ നേർച്ച നടന്നിട്ടുണ്ട്. We also did so many promises to God with the condition. കർത്താവേ, എന്റെ ഈ കാര്യം നീ നടത്തി തന്നാൽ, Lord, if you കർത്താവേ, എന്റെ ഈ ആവശ്യം നീ നടത്തി തന്നാൽ, Lord, if you എന്റെ കുഞ്ഞിന്റെ ഈ കാര്യം നീ നടത്തി തന്നാൽ, എന്റെ ഇന്ന വിഷയത്തിൽ നീ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്താൽ if you do the miracle, ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് if you said we will do this, അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേർന്നാൽ ചെയ്യാതിരിക്കരുത്, ചെയ്യണം എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനിടയായി. If anybody vow unto God and didn't fulfill it, we learn that we have to fulfill it if you vow it. Praise the Lord. Hallelujah. എല്ലാം കൂടെ ആണായാലും പെണ്ണായാലും ഒന്നു മാത്രമുള്ളത് തീരുമാനത്തിനെതിരായി കടന്നു വരുമ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടെങ്കിലും അത് കൊടുക്കുവാൻ മടിക്കാഞ്ഞ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise God for the servant of God, even though he had only one, even boy or girl, anything, he didn't hesitate to give that to God. ഈ മോണ തീരുമാനത്തെ കുറിച്ച് നമ്മുടെ വിഷയത്തിലല്ലെങ്കിലും ഞാൻ പറഞ്ഞു ഓർക്കുമല്ലോ. You remember that what is the daughter her decision, even though അപ്പച്ചാ നീ ദൈവത്തോട് നേർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തടസ്സമായിരിക്കത്തില്ല. നീ നേർന്നതുപോലെ എന്നോട് ചെയ്തു കൊള്ളുക. അങ്ങനെ അന്യോന്യം പ്രേരിപ്പിക്കുന്ന ദൈവത്തെ ദൈവസന്നിധിയിൽ വിശ്വസ്തത പാലിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ കുടുംബം. That family was, they were serving the Lord and they were respecting one to another. If Abba, you promise to God, you do whatever you promise. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു, ഈ ആഴ്ചയിൽ സമയം ലഭിക്കുന്നുവെങ്കിൽ ദൈവം പറഞ്ഞാൽ കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കും. Last week I said I will preach today what God promised, we have to give it to Him. ദൈവം എന്താവശ്യപ്പെട്ടാലും, whatever God asks us, ഏതാവശ്യപ്പെട്ടാലും, whatever He asks for us, എന്ത് തന്നെയായാലും whatever it may be, കൊടുക്കുവാൻ മനസ്സുള്ള എത്ര പേരുടെ മുമ്പിൽ? how many are ready to give to God? എത്ര പേരുണ്ട്? Hallelujah. കൈ ഉയർത്താൻ ഞാൻ പറയുന്നില്ല. അടുത്തിരിക്കുന്നവരോട് തിരിഞ്ഞവർ, അടുത്തിരിക്കുന്ന സ്നേഹിതരുമാണല്ലോ. കർത്താവ് എന്ത് ചോദിച്ചാലും കൊടുക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. I surrendering myself that whatever God asks me. എല്ലാ കൈയും നീങ്ങുന്നില്ല, എല്ലാ കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. Hallelujah. Hallelujah. പാസ്റ്ററോട് പറയാൻ ഞാൻ പറഞ്ഞില്ല.
അടുത്തിരിക്കുന്ന സ്നേഹിതനോടും സ്നേഹിതയോടും പറയാനാവും. I told you to say the person sitting side by you, not the pastor. ഇത്താഗ് ചെയ്തതുപോലാണോ എന്ന് പറഞ്ഞുകൂടാ. I don't know if it is like a Jephthah. എന്താ കർത്താവ് ചോദിക്കാൻ പോകുന്നത് ഇവരെ മനസ്സിലായിട്ടില്ല. We didn't even know what is God going to ask. എന്ത് ചോദിച്ചാലും, whatever he asks, ഏത് ചോദിച്ചാലും whichever he asks, കൊടുക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. I am surrendering myself for that. ഉൽപ്പത്തി പുസ്തകം The book of Genesis, 22-ാം അധ്യായം chapter 22. രണ്ടാം വാക്യം വായിക്കാം. Second word, Genesis 22, verse 2. First word also. ചരിത്ര ഭാഗം നമുക്കറിയാം. We all know the history. In English, who want to read in English? It's on the overhead projector. If you can read it from there, loud. Then he said, "Take now your son, the only son Isaac, whom we love. Go to the land of Moriah, and offer him there as a burnt offering on one of the mountains of which I shall tell you." അബ്രഹാം അല്ലെങ്കിൽ അബ്രാം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ജീവിച്ചിരുന്നു. A person, Abraham or Abraham, were living here. വേദപുസ്തകം മുഴുവൻ അദ്ദേഹത്തോട് തൊട്ടാണ് എല്ലാ ചരിത്രങ്ങളും ചരിത്ര സംഭവങ്ങളും ചരിത്ര ഭാഗങ്ങളും കടന്നു പോകുന്നത്. All the histories are going to touching Abraham in this. വിശ്വാസികളുടെ പിതാവ് എന്ന പേരിന് അർഹനായി തീർന്ന ഈ വ്യക്തിത്വം, He individual become the worthy of to be the father of faith. ദൈവം പറയുന്നത് അനുസരിപ്പാൻ തന്നെ തന്നെ സമർപ്പിച്ച ഈ വ്യക്തിത്വം, The individual which is submitted himself to obey whatever God's command is. മെസൊപ്പൊത്താമിയയിൽ ജീവിക്കുന്ന കാലത്ത് ദൈവവുമായി ബന്ധമില്ലാതെ ജീവിച്ച വ്യക്തിത്വം, When he was in Mesopotamia, he didn't have no connection with God. ജീവനുള്ള ദൈവത്തുമായി വേണ്ട വിധത്തിൽ സംസർഗമില്ലാഞ്ഞ ഈ വ്യക്തിത്വം, This person didn't have no connection with the God, living God in that time. ഒരിക്കൽ ജീവനുള്ള സർവശക്തനായ ദൈവത്തിന്റെ വെളിപ്പാട് ദർശനം ഈ അബ്രഹാമിന് ലഭിപ്പാനിടയായിട്ടുണ്ട്. This Abraham received the vision or the dream of the real living God. തേജോവനായ സർവശക്തനായ ദൈവത്തിന്റെ വെളിപ്പാട് അബ്രഹാമിന് ലഭിച്ചു കഴിഞ്ഞപ്പോ, When he got the vision of the God of glory, ഇത്രയും പ്രായമുള്ള ഈ വ്യക്തിത്വത്തിന് even though he was this old, ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത, until at this time he didn't have this thing. ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാഞ്ഞ, The thing he didn't receive until then. താൻ ആഗ്രഹിച്ചിട്ടും ഇതുവരെ കരസ്ഥമാക്കുവാൻ കഴിയാഞ്ഞ, Even though he desired for it, but he cannot possess this. അവന്റെ ജീവിതത്തിലെ ന്യൂനത മനസ്സിലാക്കി To understand the lack in his അവന്റെ heart. ജീവിതത്തിലെ വാക്യം ദൈവം മനസ്സിലാക്കിയിട്ട് God understood the vacant place in his life. തേജോവനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ Oh, in the appearance of the glorified God. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, God told to ഞാൻ Abraham, നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. I will make you a father of very nations. അന്നൊരു കുഞ്ഞിക്കാല് പോലും ഇല്ലാത്ത കാലം, In that time he didn't even have a small ഒരു child. കുഞ്ഞിനെ കാണുവാനില്ലാത്ത കാലത്താണ് ദൈവത്തിന്റെ പ്രത്യക്ഷത അബ്രഹാമിനുണ്ടായത്. God appeared to Abraham when there was not a child to him. ദൈവം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ When God appeared to him, സർവശക്തനായ ദൈവത്തിന്റെ വാക്ക് ശ്രമിച്ചു കഴിഞ്ഞപ്പോ, after he heard the voice of the Almighty God, ഇതുവരെ ഞാൻ ആരാധിച്ച ദൈവമല്ല, oh, the God I was worshiping, ഇതുവരെ ഞാൻ അറിഞ്ഞ ദൈവമല്ല, not the God who I ഇവൻ know. ജീവനുള്ള ദൈവമാണ്. He is a living God. ഇവന്റെ വാക്കിൽ ശക്തിയുണ്ട്. This is a word of power. ഇവൻ പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് സകലത് ഉളവാക്കുവാൻ കഴിയുന്നവനാണ് എന്ന് അബ്രഹാം വിശ്വസിച്ചു. Abraham believed that he could, by his word, he can bring everything out of vacancy. അബ്രഹാമേ, നിന്റെ ജീവിതത്തിലെ ആവശ്യം നിറവേറ്റി തരാം. I am going to fulfill your needs. പക്ഷേ ദൈവം ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചു. But God put a condition there.
Praise the Lord. Hallelujah. ഹിക്താവ് ദൈവത്തോട് കണ്ടീഷൻ വെച്ചപ്പോ When Jephthah put a condition to God, ഇവിടെ ദൈവം അബ്രഹാമിനോട് കണ്ടീഷൻ വെച്ചു. here God put a condition to Abraham. 12 അധ്യായത്തിന് 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ When you chapter 12, 1 on what you read, ഇവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. we see like this. നീ നിന്റെ വായിക്കാം. ഈ പ്രോമിസ അല്ലെങ്കിൽ കണ്ടീഷനാ അബ്രഹാമിന് ലഭിച്ചത്. This is the promise or condition Abraham received. ഒന്ന്, One thing, first നീ thing, ഇപ്പൊ ഈ ആയിരിക്കുന്ന ദേശത്തെ വിടണം. you get to flee from the land which you are now. ഇത്രയും നാള് നീ കൂടെ കൊണ്ടു നടന്നതിന്റെ ചാർച്ചക്കാരെ വേണം. You have to leave all your families. നിന്റെ for kindred. പിതൃഭവനത്തെ വിടണം. Your father's family you have to leave. പ്രയാസമുള്ള കാര്യം, It is so hard. ബുദ്ധിമുട്ടുള്ള കാര്യം. It is so difficult. മനസ്സിലായോ? Hallelujah. ഈസി ആയിട്ടുള്ള കാര്യമല്ല. It is not an easy thing. നമ്മുടെ സ്വഭാവം ഒന്ന് വിട്ടുകൊടുക്കുവാൻ, Our attitude to change a little bit. നമ്മുടെ ചിന്താഗതി പോലെ കാര്യം നടന്നില്ലെങ്കിൽ അതൊന്ന് വിട്ടുകൊടുക്കുവാൻ, To leave the things if not going accordingly what we think. നമ്മുടെ ഇംഗിതങ്ങൾ അതുപോലെ നടന്നില്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കുവാൻ. To give up if our wishes not done. മനസ്സില്ലാത്ത വ്യക്തിത്വങ്ങളാണ് മനുഷ്യൻ. Oh, the humans are like that. അബ്രഹാമിനോട് പറയാ, He told Abraham, നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മ ഞാൻ മാറ്റിത്തരാം. I will fulfill whatever you lack in your life. പക്ഷെ ഇതൊക്കെ നീ ചെയ്യണം. But you got to do these things. അത് നമ്മുടെ ചർച്ചിലെ ചിലരോട് ചോദിച്ചാൽ അവർ പറയും, If you tell somebody in our church, they will say that. ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം, If they don't have a child, ഒരു കുഞ്ഞിന് വേണ്ടി ഓടി നടന്ന നടത്ത്, the place they were run around for ഒരു a child. കുഞ്ഞിനെ ലഭിക്കേണ്ടതിന് ചെലവഴിച്ച ചെലവുകൾ, The expenses they spend there for to get ഒരു a child. കുഞ്ഞിനെ ലഭിക്കേണ്ടതിന് കണ്ട ഡോക്ടേഴ്സുമാർ, The doctor is seen for to get a baby. ദൈവം ധാരാളമായി മക്കളെ തന്നിട്ടുള്ളവർക്ക് അതിന്റെ വില അത്ര അറിയത്തില്ല. If God give you abundance of children, you don't know the value of it. അത്ര വില അറിയത്തില്ല. You don't know the value of that. എന്നാൽ കഷ്ടപ്പെട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്ത് ലാസ്റ്റിൽ ദൈവം ഒന്നിനെ കൊടുത്താൽ അത് ഏറ്റവും പ്രശസ്തമാണ്. It is so precious. You waited for it and you spend all your money for it and waited, then God give you one. ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ അബ്രഹാം തീരുമാനിച്ചു. Abraham wanted to obey God. ഇത് കഴിഞ്ഞു പറയുന്ന ഭാഗമാ എന്നെ പലപ്പോഴും നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്നത്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. After that, God said, "It is make me to think. You go to the land which I go and show you." എല്ലാം വിട്ടിറങ്ങിത്തിരിക്കുമ്പോൾ എങ്ങോട്ട് പോകണം, എവിടെ പോയി രാവാർക്കണം, എവിടെ നിന്ന് ആഹാരം കൈക്കൊള്ളണം, എങ്ങനെയായിരിക്കും ജീവിതം, ഇതൊക്കെ ചിന്തിച്ച് തലമുണ്ടാക്കി ആവശ്യമില്ലാ ദൈവീക ആലോചന തട്ടിക്കളയുവാൻ, ഉപേക്ഷിച്ച് കളയുവാൻ, തള്ളിക്കളയുവാൻ അബ്രഹാം താല്പര്യപ്പെടാതെ, ആവശ്യമില്ലാത്ത ചിന്തിക്കാതെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ എന്നെ നടത്തുവാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ച് ഇറങ്ങി തിരിച്ചതാണ് അബ്രഹാം. Abraham came forward without thinking where I'm going to sleep, where I'm going to spend my life. He believed that God who called him completely and started. ആദിമകാലത്തുള്ള പിതാക്കന്മാർ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ, ദൈവീക വാഗ്ദത്തം ലഭിച്ചപ്പോൾ, എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യം, എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കും, എന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച ദൈവകൃപ, ദൈവിക ആലോചന അവർ തള്ളിക്കളയാതെ, എവിടേക്ക് പോകുന്നു എന്നറിയാതെ, എങ്ങനെയായിരിക്കും എന്നറിയാതെ ഇറങ്ങി തിരിച്ച ഒന്നിനെയും ദൈവം കൈവിട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ വൈദ്യരെ നമ്മയും കൈവിടുകയും. God is never going to forsake us. Dear children of God, our forefathers, our grandparents, our parents came forward to serve the Lord. They didn't know where to go, where to give the education or wedding to our children. God protected them. 4-5 പെൺമക്കളുമായിട്ട് അന്നത്തെ കാലത്ത് Those days of വിഷമിക്കുന്ന കാലത്ത് എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ കെട്ടിക്കും എന്നോർത്ത് അനേക ജീവിതങ്ങളുണ്ട്. so many lives that worried about how I'm going to get children get married. അവരുടെ മക്കളെ എല്ലാം നല്ല സ്ഥാനത്ത് ദൈവമാക്കി God put their children in a good position. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കയിൽ കൊണ്ടുവന്ന്, If in our word God brought them to ഇപ്പൊ America. വെടിച്ചാൽ പറഞ്ഞുള്ള സുരക്ഷിതയുടെ നാട്ടിൽ വന്നു വന്നു കഴിയുമ്പോൾ, When you come into the land of abundance, ഒന്നിനും കുറവില്ലാതെ ഇവിടെ ജീവിക്കുമ്പോൾ, when you live in without any lack of anything, പിതാക്കന്മാര് കടന്നു വന്ന വഴികൾ മറന്നു പോകുന്ന don't forget that where your parents came. അനേക ജീവിതങ്ങൾ
we are looking today. റോൾസ് റോയ്സ് മുതൽ താഴോട്ടുള്ള വാഹനത്തിൽ കയറി നടക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. God gives an opportunity to drive a Rolls Royce and അനേക അമേരിക്കൻ സിറ്റിസൺസ് വലിയ മുമ്പിൽ കിടന്ന് ഭിക്ഷയാചിക്കുമ്പോൾ, ഒരു നേരത്തെ ആഹാരം കഴിപ്പാനില്ലാതിരിക്കുമ്പോൾ വെന്നിച്ചാൻ പറഞ്ഞതുപോലെ എടുത്ത് കളയുകയാണ്. 100 കണക്കിന് പൗണ്ട് ഇറച്ചികളും മീനുകളും കഴിച്ചിട്ട് വേണ്ടാതെ എടുത്ത് കളയുകയാണ്. ഇതിന് നിന്നെ പ്രാപ്തരാക്കിയത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ സാമർഥ്യമല്ല. പിതാക്കന്മാർ ദൈവത്തിൽ വിശ്വസിച്ചതാണ്. അവർ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചതിന്റെ നന്മയാണ് അവർ അനുഭവിക്കുന്നത്. we are receiving the goodness of the blessing that our parents suffered for the God and came to serve the Lord. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ധാരാളമുള്ള കുഞ്ഞുങ്ങൾക്കോ നമുക്കോ ഇത് മനസ്സിലാകത്തില്ല. പിതാക്കന്മാർ ഇറങ്ങി തിരിച്ച കാലയളവ്. The children or us, we don't understand the time our parents came to serve the Lord. ഒരു ദൈവദാസൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ If a servant of God come to house, വീട്ടിലിരിക്കുന്ന ആഹാരം എടുത്തു കൊടുത്തിട്ട് they give the food which is in the house. അപ്പനും അമ്മയും മക്കളും പട്ടിണി കിടന്നിട്ടുള്ള ഒട്ടനവധി പേരെ എനിക്കറിയാം. So many of them know that their family is starving after that. എല്ലാവർക്കും എല്ലാ കിടക്ക കൊടുത്തതിന് ശേഷം After all the bread give it to ഒരു everybody. പാപോലുമില്ലാതെ തറയിൽ കിടന്നവരുടെ സന്തതികളാണ് ഒട്ടനവധി പേര്. Oh, so many of them, the children, that they were sleeping on the floor without even a mat. Praise the Lord. Hallelujah. വിടുവാൻ പറഞ്ഞപ്പോൾ When God told them to leave, അവരായിരുന്ന സൈന്യങ്ങൾ വിട്ടു. they leave all the positions they were. അവർ നന്നായി പോയിക്കൊണ്ടിരുന്ന സമുദായങ്ങൾ അവർ വിട്ടു. All the churches they were going, they left there. അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ ഏകരായി തീർന്നു. They become alone in the community. അവരുടെ വീട്ടിൽ അയ്യത്ത് കിളയ്ക്കാൻ പോലും ഒരാളെ വിട്ടിരുന്നില്ല. They didn't even send a person to do the work in their അവർ house. മുടി വെട്ടുവാൻ ബാർബറെ വിലക്കിയിരുന്നു. They were stopped the barbers to come and cut their അവരെ hair. കല്യാണങ്ങൾക്ക് ക്ഷണിച്ചിട്ടില്ല വീട്ടുകാർ. They don't invite them to any wedding. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായി. They were forsaken by everybody. എല്ലാവരും തള്ളപ്പെട്ടവരായി. They were rejected by everybody. ഒന്നുമില്ലാത്തവരായി. They become ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി They look in the face of എങ്ങനെ അടുത്ത സ്റ്റെപ്പായിരിക്കുമെന്ന് ചിന്തിക്കാതെ They didn't know what to happen. അവന്റെ വാക്കിനിറങ്ങി തിരിച്ചപ്പോൾ When they came forward with these words, സന്താനങ്ങളെ ദൈവം കൈവിട്ടില്ല. God never forsake them. Hallelujah, hallelujah, hallelujah. Hallelujah. Glory, glory, glory. ബിസിനസ്സുകാരനായ അബ്രഹാം, Abraham was a businessman. വലിയ നല്ല നിലയിൽ ജീവിച്ച അബ്രഹാം Abraham was going in a very luxurious life. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. He believed in the promise of God. Hallelujah. എന്താ വാഗ്ദത്തം ഒന്നുമില്ലാതിരിക്കുമ്പം What was the promise when he had nothing? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. I will make you a father of very nation, several nations. കണ്ടീഷൻ ഏറ്റെടുത്തു. He accepted the condition. മുഴുവൻ വിട്ടു. He left everything. ഇറങ്ങി തിരിച്ചു. He came forward. ഒരു ദിവസം കാത്തിരുന്നു. One day he waited. 2 ദിവസം കാത്തിരുന്നു. 2 days he 1 waited. വർഷം കാത്തിരുന്നു. 1 year he waited. 2 വർഷം കാത്തിരുന്നു. 2 years he waited. പ്രോമിസ് ഒന്നും ലഭിച്ചില്ല. He didn't get any promise. പുസ്തകത്തിൽ വായിക്കുന്നവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് In the book we read that he was dwelling in the tent. പാർത്തുകൊണ്ട് He was dwelling in the tent. കൂടാരം മാറ്റി മാറ്റി അടിച്ച് When they were camping here and എവിടേക്ക് there, പോകുന്നു എന്നറിയാതെ they didn't know whether they are യാത്ര going. തിരിച്ചു കൊണ്ടുപോകുമ്പോ When they are going like that, എവിടെല്ലാം കൂടാരം അടിച്ചോ, wherever they put the tent, എവിടെല്ലാം കൂടാരം അടിച്ചോ, wherever they put the tent, അവിടെയെല്ലാം യാഗപീഠം പണിത് where they ആരാധനയ്ക്ക് മുടക്കം വരുത്താതെ they didn't stop the worship. ദൈവത്തെ ആരാധിച്ചു മുമ്പോട്ട് പോയി. They were worshiping God by 2 വർഷം കഴിഞ്ഞിട്ട് മനസ്സ് മടിച്ചില്ല. after several years. 5 വർഷം കഴിഞ്ഞിട്ട് മനസ്സ് മടിച്ചില്ല. They got so എന്റെ ആഗ്രഹം നടന്നില്ലല്ലോ, oh my wish. എന്നോട് പറഞ്ഞത് ഫുൾഫില്ലായില്ലല്ലോ He didn't fulfill what he promised. എന്നോർത്ത് മടങ്ങി പോയില്ല. He didn't go back. Hallelujah. ആ, ആരാധനയും മുടക്കിയില്ല. He didn't stop his worship either. യാഗപീഠം പണിത് കുറച്ചില്ല. He didn't stop to building the altar. Praise the Lord. Hallelujah. Praise the Lord. കാത്തിരിപ്പും കുറച്ചില്ല. He didn't stop എന്ന് പറഞ്ഞ waiting. പ്രത്യാശയും കുറച്ചില്ലെന്ന്. His hope didn't go down. എബ്രായലേഖന കർത്താവാണ് വ്യക്തമായത് പറഞ്ഞിരിക്കുന്നത്. In the Hebrews, right? ദൈവം ശില്പിയായി നിർമ്മിച്ചത്, The God who ദൈവം created, ശില്പിയായി നിർമ്മിച്ചത് the God അടിസ്ഥാനമുള്ള നഗരത്തിനായി he waited for അവൻ the കൂടാരത്തിൽ കാത്തിരുന്നു. city which have foundation, which God is the builder. ഓ,
Hallelujah. ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. When he was going like this, 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഭാഗത്ത് വരുന്നതിന് മുൻപ് before we come to the 22nd chapter of verse 1, അബ്രഹാമിന് Abraham, കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന പ്രായം കഴിഞ്ഞിട്ടും even though the age is past, the time that he had to wait, കൺസ്യൂം ചെയ്യുന്ന പ്രായം കഴിഞ്ഞിട്ടും even though Sarah lost the consuming age, ആശയ്ക്ക് വിരോധമായി it is against his hope. ഈ പ്രോമിസ് ഇനിയും നടക്കത്തില്ല, He knows the promise not going to happen. ഇനിയും നടക്കാൻ പോകുന്നില്ല എന്റെ ജീവിതത്തിൽ It is not going to happen in my life. എന്നോർത്ത പല രീതിയിൽ ചിന്താഗതി പലരാലും തനിക്ക് ലഭിച്ചുവെങ്കിലും Even though so many of them give the counsel like that to him, മടുത്തുപോയില്ല. he didn't get tired of it. മടുത്തുപോയില്ലെന്ന് He didn't get tired of it. ആരാധനയിൽ മടുത്തില്ല, He didn't be tired of it. കാത്തിരിപ്പിൽ മടുത്തില്ല, He don't worship him. യാഗമർപ്പിക്കുന്നതിൽ മടുത്തില്ല, Sacrifice. ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടുത്തില്ല, He didn't tired of ദൈവത്തിൽ it. വിശ്വാസം മടുത്തില്ല. He didn't tired of the faith. അവൻ ദൈവത്തിൽ ആദി അറിഞ്ഞ് വിശ്വസിച്ചു. He believed in the God very deeply. Glory. Hallelujah. 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 കണ്ടീഷൻ ദൈവം തന്ന പ്രോമിസ് വന്നാലും Even though God gives the promise and the condition, നമ്മുടെ ക്ഷമയെ ദൈവം പരിശോധിക്കും. sometimes God will tempt നമ്മുടെ our വിശ്വാസത്തെ patience. ദൈവം പരിശോധിക്കും. Our faith, He may be നമ്മുടെ തീരുമാനത്തെ ദൈവം He may പരിശോധിക്കും. be tempt our നാം decision. ദൈവത്തിനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നോ, തൽക്കാലം ഇത് കിട്ടേണ്ടതിന് വേണ്ടി യവൻ ചെയ്ത പ്രോമിസാണോ എന്ന് ദൈവം ചിന്തിക്കും. God maybe think that did He make the promise to receive this? Hallelujah. ചില ആൺപിള്ളേരെ പെൺപിള്ളേരെ സ്നേഹിക്കും, Some boys and love some girls. താൽക്കാലിക സ്നേഹം. Temporary love. ചില പെൺപിള്ളേർ ആൺപിള്ളേരെ സ്നേഹിക്കും, Some girls love the boys. താൽക്കാലിക സ്നേഹം. Temporary love. രണ്ടു കൂട്ടരും വഞ്ചിക്കപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യും, Both were got cheated, then they both will suicide. അല്ലെങ്കിൽ ജീവിതത്തിൽ നിരാശയിൽ കഴിഞ്ഞുകൂടും. Or they are in depression after they are like that. ഇതുപോലുള്ള പ്രോമിസാണ് ദൈവം എന്നോട് ചെയ്തതെന്ന് അബ്രഹാം ചിന്തിച്ചേയില്ല. Abraham never thought that God had made a promise കാരണം like അവന് this. കിട്ടിയ വെളിപ്പാട് അത്ര നല്ലതായിരുന്നു. It was so great the vision he got. ദൈവവചനത്തിൽ ദൈവത്തിൽ അവൻ അത്രമാത്രം വിശ്വസിച്ചു. He believed in the God that much. മനസ്സിലായോ? ഇതുകൊണ്ടാ പിന്നോട്ട് മാറി വെക്കാഞ്ഞത്. That's the reason he didn't put his step back. ഇതുകൊണ്ടാ വർഷങ്ങൾ കഴിഞ്ഞു 24 വർഷം കഴിഞ്ഞിട്ടും പ്രത്യാശയ്ക്ക് ഭംഗം വരാഞ്ഞത്. Even though 24 years passed, he didn't lost his hope. സകലതും നിർജീവമാകുമ്പോഴും, When everything is dead, സകല ആശയം നശിക്കുമ്പോഴും, when all the hope is dead, സകല പ്രത്യാശയ്ക്ക് ഭംഗം വരുമെന്ന് when തോന്നുമ്പോഴും, all the hope is gone, അബ്രഹാമേ, നിന്നോടുള്ള വാഗ്ദത്തം കുറഞ്ഞു പോയിട്ടില്ല. Abraham, your promise never gone. അബ്രഹാമേ, നിന്നോടുള്ള വാഗ്ദത്തത്തിൽ ദൈവം അവിശ്വസ്തത കാണിക്കത്തില്ല. God never be unfaithful to your promise. മനുഷ്യൻ നിന്നോട് അവിശ്വസ്തത കാണിച്ചെന്ന് വന്നേക്കാം, Many people may be unfaithful to you. മറ്റുള്ളവർ നിന്നോട് അവിശ്വസ്തത കാണിച്ചെന്ന് വന്നേക്കാം. May be unfaithful. ദൈവം നിന്നോട് അവിശ്വസ്തത കാണിക്കത്തില്ല. God is never going to be ദൈവത്തിന്റെ unfaithful. വാക്കിന് ഭംഗം വരികയില്ല. God said it in your ദൈവത്തിന്റെ covenant. വചനത്തിന് നീക്കം വരികയില്ല. God never moves. അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. If God said it, He do. കാലങ്ങൾ കഴിഞ്ഞു പോയാലും, Even though the time was, ദിവസങ്ങൾ കഴിഞ്ഞു പോയാലും, the days passed, മാസങ്ങൾ കഴിഞ്ഞു പോയാലും, the months passed, വർഷങ്ങൾ കഴിഞ്ഞു പോയാലും, the years passed, ദൈവ വാഗ്ദത്തം മാറ്റപ്പെടുകയില്ല. promise of God never changed. Hallelujah. 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 എബ്രായ ലേഖനകർത്താവ് ഇങ്ങനെ പറഞ്ഞു, The Hebrews epistle said like this. യേശു ക്രിസ്തു, Jesus Christ. യേശു ക്രിസ്തു Jesus Christ. ഇന്നലെയും Yesterday, ഇന്നും today, എന്നേക്കും അനന്യൻ. forever He is. അവൻ എന്നെ കൈവിടത്തില്ല. He never going to forsake me. ഈ വിശ്വാസം അബ്രഹാമിന് ലഭിച്ചു. Abraham had that faith. 25 നീണ്ട വർഷം നോക്കിയിരുന്നിട്ട് 25 years, long time he waited. ദൈവത്തിന്റെ സകല കണ്ടീഷനും മെറ്റ് ചെയ്ത അബ്രഹാമിന് Abraham met all the conditions of God. സകല പരീക്ഷയിലും ജയിച്ച് ജയാളിയായ അബ്രഹാമിന് All the trial, he got victorious. ദൈവം വാഗ്ദത്തം ചെയ്ത് കൈ കൊടുത്തു. He gave the promise to in his hand. ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയെന്ന്, He got a child in that time. ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്, A healthy child. സുന്ദരനായ ഒരു കുഞ്ഞ്, A beautiful child. യോഗ്യനായ ഒരു കുഞ്ഞ്, A very well child. നല്ല കുസൃതിക്കുട്ടനായി ഭവനത്തിൽ വളർന്ന ഒരു കുഞ്ഞ്, A real nice naughty child. ഒരു ചുമക്കത്തക്കവണ്ണമുള്ള ഈ യൗവനക്കാരനായി മാറി. He become a youth that he can carry a weight.
യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന വിറക് ചുമക്കത്തക്കവണ്ണമുള്ള ആരോഗ്യമുള്ള ഒരു പൈതലായി മാറി. He became a child, he can carry the weight of the wood, he take him for the sacrifice. നിരപ്പ് വഴിയിൽ കൂടെ അല്ല ഈ ചുമട് ചുമന്നോട് പോകുന്നത്. He not taking the weight on a plain land. മോറിയ മലയിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിന്റെ മണ്ട വരെ ഈ ചുമടും ചുമന്നുകൊണ്ട് മല കയറാൻ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്. A child who had a health to climb up this Mount Moriah. മനസ്സിലായത് ഈ മക്കളെ? Hallelujah. 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 ഓ, Hallelujah. ഇത്രയും കുഞ്ഞ് പ്രാപ്തരായപ്പോൾ When the child become that healthy, അടുത്ത പരീക്ഷ അബ്രഹാമിന്. next trial to Abraham. അതാണ് നമ്മുടെ വിഷയം. That is our subject. 22 വാക്യം. 22 verse 2. അപ്പോൾ അവൻ നിന്റെ മകനെ ഓ കിട്ടാതെ കിട്ടിയ ഒരു ധനമല്ലേ, കിട്ടാതെ കിട്ടിയ, കാത്തിരുന്ന് കിട്ടിയ, 100ാമത്തെ വയസ്സിൽ കിട്ടിയ ഒരു പൈതലല്ലേ, സ്നേഹിക്കാതിരിക്കുവോ? ഡാക്കന്മാരെ പറഞ്ഞ് മക്കളോട് സ്നേഹമുള്ള ഡാക്കന്മാരൊക്കെ ഒന്ന് കൈയോർത്ത് സ്വന്തം ചെയ്ത് മക്കളെ സ്നേഹിക്കുന്ന ആ സഹോദരിക്ക് എന്തുമാത്രം സ്നേഹമായിരിക്കും ഈ കുഞ്ഞിനോട്. നിന്ന് അവിടെ നിന്ന് മാറ്റിക്കൊടുത്ത പൈതലല്ലേ, അവരുടെ കരത്തിൽ സന്തോഷം കിട്ടിയതല്ലേ, എന്തുമാത്രം അബ്രഹാമിനോട് പറയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീ എനിക്കായി ഹോമയാഗം കഴിക്കും. കർത്താവ് നമ്മൾ വല്ല വരുന്നെങ്കിൽ ചിന്തിച്ചേനെ, ഇത് ദൈവശബ്ദമൊന്നുമല്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം, ആദ്യമേ അവൻ കേട്ട അതേ ശബ്ദം അവന്റെ കാതുകൾ മുഴങ്ങിയപ്പോൾ അവന് മനസ്സിലായി, ഇത് മാനുഷിക ശബ്ദമല്ല, ഇത് മറ്റാരും രാത്രിയിൽ എന്നോട് പറഞ്ഞതല്ല. അന്ന് എന്നോട് സർവശക്തനായ ദൈവം എന്റെ ഇല്ലായ്മയിൽ എന്നോട് പറഞ്ഞ അതേ ശബ്ദം തന്നെ ഇന്ന് രാവിലെ എന്നോട് പറയുന്നു, നീ ഞാൻ നിനക്ക് തന്നതിനെ എനിക്ക് മടക്കി തരണം. Oh, the same voice I heard in the past. This is not the strange voice. This is the same voice telling me, you have to give me back what I gave to you. ഈ പോക്കറ്റിൽ ഇരിക്കുന്ന വാലറ്റോ, the wallet in my ഇതിനകത്തിരിക്കുന്ന പണമോ, the money in it, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളോ, if the dress what I'm wearing, എന്റേതല്ല, it is not mine. ദൈവം തന്ന ദാനം. It is the gift of God. ദൈവം തന്ന ദാനമാണ്. It is the gift of God. എന്റെ ആരോഗ്യം എന്റേതല്ല, My health is not mine. എന്റെ സൗന്ദര്യം എന്റേതല്ല, My beauty is not എന്റെ mine. കഴിവ് എന്റേതല്ല, My ability is not എന്റെ mine. സാമർഥ്യം എന്റേതല്ല, My smartness is എന്റെ not mine. കുടുംബശ്രേഷ്ഠത എന്റേതല്ല, It is not mine. ദൈവം എനിക്ക് തന്നതാണ്. God അത് given me. വിശ്വസിക്കുന്ന എത്ര പേരുടെ ഇരിപ്പുണ്ട്? Many of you believe ഇതെന്റെ that. ദൈവത്തിന്റെ ദാനമാണ്, It is the gift of God. ദൈവത്തിന്റെ ദാനമാണ്. പ്രിയ സഹോദരി, Dear പ്രിയ sister, സഹോദര, dear brother, പ്രിയ കുഞ്ഞെ, ഇന്ന് രാവിലെ നിന്റെ ആരോഗ്യം ദൈവം മടക്കി ചോദിച്ചാൽ, if God asks you നിന്റെ to സൗന്ദര്യം ദൈവം മടക്കി ചോദിച്ചാൽ, നിന്റെ സാമർത്ഥ്യം ദൈവം മടക്കി ചോദിച്ചാൽ, നിന്റെ കഴിവുകൾ ദൈവം മടക്കി ചോദിച്ചാൽ, നിന്നിലുള്ള പണം ദൈവം മടക്കി ചോദിച്ചാൽ, നിന്റെ സമ്പത്ത് ദൈവം മടക്കി ചോദിച്ചാൽ, ഇന്ന് രാവിലെ കൊടുക്കുവാൻ നീ മനസ്സ് വെക്കുന്നുവെങ്കിൽ, if you are ready to give to God, നിന്റെ അവസാന പരീക്ഷകൾ നീ ജയിച്ചു കഴിഞ്ഞാൽ, if you become victory on the last അല്പമായി day, നിന്റെ പേഴ്സിലിരിക്കുന്ന 10 രൂപ നീ കൊടുക്കുവാൻ താല്പര്യപ്പെട്ടാൽ, if you are ready to give $10 in your pocket, അതിന് ലക്ഷക്കണക്കിന് മടക്കി തരുവാൻ കഴിയുന്ന ദൈവം, is a God who can give ആകാശത്തിലെ billions. നക്ഷത്രങ്ങളെ പോലെ മടക്കി തരുവാൻ കഴിയുന്ന God ദൈവം, can give like a forest to the കടലിലെ air. പുഴ പോലെ മടക്കി തരുവാൻ കഴിയുന്ന ദൈവമാണ് നിന്നോട് ആവശ്യപ്പെടുന്നത്. പ്രിയ സഹോദര, ഇതിന് മടക്കി തരുവാൻ മനസ്സുണ്ടോ? Are you ready to give to God? Hallelujah, 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 hallelujah. Glory, glory. Glory, glory, glory. Hallelujah. അബ്രഹാമിനാണ് ദൂത് ലഭിച്ചത്. Oh, Abraham gave it to God. ഇത് സാറായോട് പങ്കുവെച്ചിരുന്നെങ്കിൽ If he shared with Sarah that, ജീവിതത്തിൽ ദൈവത്തിന് മടക്കി കൊടുക്കുവാൻ അബ്രഹാമിന് കഴിയത്തില്ലായിരുന്നു. Abraham never can give that back to God. Hallelujah. പലപ്പോഴും അങ്ങനെയാണല്ലോ, Very often it's happened like that. കൊടുക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ After you decide to give, ചിലര് പിന്നോറ്റം വലിക്കുന്നത് അത്രയും വേണോ ചാച്ച, so
back, do we have to give that much, Chacha? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ കൊടുക്കാൻ തുടങ്ങിയപ്പോ അച്ചാച്ചൻ പറഞ്ഞു അത്രയൊന്നും വേണ്ട. അപ്പൊ സഹോദരിമാരെ മാത്രം പറയണ്ട. One day a sister told me that she told him to give the church and said, no, that's too much. കാരണം അമേരിക്കയിൽ അത്രയും കൂടെ ഉണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ നടക്കത്തില്ലേ? If you have that much money in America, you can do one more thing. ഇവിടെ എന്തെല്ലാം കെട്ടിപ്പടുത്താലും, Whatever you built up here, ഇവിടെ എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കിയാലും whatever we make it here, ഇതെല്ലാം വിട്ടേ മതിയാകുകയുള്ളൂ. we got to live all one day. ഇതെല്ലാം വിട്ടേ മതി. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. We all need പക്ഷെ this. കർത്താവ് ചോദിച്ച മടക്കി കൊടുക്കണം. മനസ്സിലായോ? If God asks you, you have to give it back. Hallelujah. അല്പനേരത്തെ ക്ഷീണം കൊണ്ട് നമ്മൾ യോഗം മുടക്കും. Because of we are tired, we don't go to the meeting. ഒരു പനി, If a sickness, ഒന്ന് കിടപ്പല്ലെങ്കിൽ തന്നെ, if you are on the bed, കിടപ്പാന്ന് ഞാൻ സമ്മതിച്ചു, if you are on the bed, കിടപ്പല്ലെങ്കിൽ തന്നെ യോഗം നമ്മൾ മുടക്കും. even though we are not on the bed, we don't go to the ഇന്ന് meeting. രാവിലെ ഓർക്ക് അബ്രഹാമിനോട് ചോദ്യം, Think about it and ask Abraham. ഓരോരുത്തരോടും ആലോചന ചോദിക്കാതെ, He didn't ask anybody. ബാല്യക്കാരോട് പോലും ആലോചന He ചോദിക്കാതെ, didn't even ask any servant. അവനെ പിന്നോട്ട് വലിക്കുന്ന ശക്തികളോട് ഒന്നിനോടും അവൻ ആലോചന He ചോദിക്കാതെ, didn't ask any power that can pull him back. ദൈവം ആവശ്യപ്പെട്ടത് കൊടുക്കുവാൻ ഒരു വ്യക്തി തീരുമാനിച്ചാൽ ഒരൊറ്റ ശക്തിയും അവനെ പിന്നോട്ട് വലിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ പിന്നോട്ട് വലിക്കുന്ന ശക്തിത്വങ്ങൾ, ആലോചനകൾ, താല്പര്യങ്ങൾ, സംസാരങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ തള്ളി, അതിനെ ഉപേക്ഷിച്ചിട്ട് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നവർ വേണ്ടിയാണ് ദൈവപ്രവർത്തനം വരുന്നത്. Whenever the God's work is come, when you are ready to go forward, it doesn't matter whatever things pull you back. മറ്റുള്ളവർ കൊച്ചിനോട് പറഞ്ഞെങ്കിൽ കൊച്ചു ഒരു പക്ഷേ സമ്മതിച്ചില്ല എന്ന് വന്നേക്കാം. Maybe he told the child maybe didn't even accept that. അവനെ പിന്നോട്ട് വലിക്കുന്ന ഒരൊറ്റ ശക്തി, None of the power which can pull him back. ദൈവിക ആലോചനയ്ക്ക് വിരുദ്ധമായി ഏത് ആലോചന വന്നാലും അത് ഏറ്റെടുക്കുവാൻ മനസ്സുവെക്കാത്ത അബ്രഹാമിനെ Abraham, who didn't care about any counseling coming against God's counseling. ദൈവം കൈവിടത്തില്ല. God never going to forsake. ദൈവം കൈവിടത്തില്ല. God never forsake. ഭാര്യ പിണങ്ങിയാലും വിഷയമല്ല, It doesn't matter wife get mad. എന്ത് വന്നാലും It doesn't കുഴപ്പമില്ല. matter whatever may be happen. Praise the Lord. Hallelujah. അബ്രഹാം കൊടുക്കാൻ തീരുമാനിച്ചു. Abraham Oh. decided to give. ആ ചരിത്രം അങ്ങോട്ട് ചിന്തിച്ചും കൂടെ പഠിച്ച സമയം എന്റെ കഴിഞ്ഞു. Time is past. If you think about that, അബ്രഹാം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ when Abraham decided to give, ആരാധനയ്ക്ക് ദൈവത്തിന് കൊടുക്കാൻ പോകുന്ന പോക്ക് the വിവരിക്കാൻ going സമയമില്ല. for the worship to give to God. വിവരിക്കാൻ സമയമില്ല. I have no time to explain. ഇനിയും മോറിയ മലയിൽ ചെന്ന് കഴിഞ്ഞാൽ After he get the ബാല്യക്കാർ കൂടെ ഉണ്ടെങ്കിൽ, if the servants are with him, അബ്രഹാമിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിലോ if maybe they stop Abraham to doing it. എന്ന് ഭയപ്പെട്ട അബ്രഹാം Abraham afraid of that. ബാല്യക്കാരെയും താഴ്വരയിൽ നിർത്തിയിട്ട് Oh, he told the servants to stay in the valley. യാഗവസ്തുവായ തന്റെ മകനെയും കൊണ്ട്, Oh, the sacrificing of the യാഗവസ്തുവായ തന്റെ മകനെയും കൊണ്ട് with the son which is the sacrifice. മോറിയായുടെ മലയിലേക്ക് Oh, in the mount of ഓരോ Moriah. സ്റ്റെപ്പ് വെക്കുമ്പോഴും, When he put in ഓരോ each step, സ്റ്റെപ്പ് വെക്കുമ്പോഴും when he put in each step, സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. the heavenly God cannot sit silent. കുഞ്ഞിന് പകരമായി Oh, for the child. അവരോടൊപ്പം മലയിലേക്ക് Oh, to the mountain. ഇതാ മറ്റൊരു യാഗവസ്തു കടന്നു വരുന്നുണ്ട്. Another sacrificing അവൻ മോറിയാമലയുടെ മണ്ടയ്ക്ക് എന്ന് കഴിഞ്ഞപ്പോൾ, when he went on the top of the Mount Moriah, യാഗപീഠം പണിത് കഴിഞ്ഞപ്പോൾ after he built the altar, കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, oh, he told the child, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത് oh, my God told നിന്നെ me യാഗം കഴിപ്പാനാണ്. to sacrifice you. ഇത് പറഞ്ഞപ്പോൾ അനുസരിച്ച മകൻ, Oh, the son who obeyed ഇത് it. പറഞ്ഞപ്പോൾ അനുസരിച്ച മകൻ The son who obeyed it. വെട്ടിത്തിരിഞ്ഞു വേണമെങ്കിൽ ഓടിപ്പോകാൻ കരുത്തുള്ള മകനായിരുന്നു. Son maybe is able to run അപ്പോൾ away. എതിർത്ത് നിൽക്കാൻ മനസ്സുള്ള He can മകനായിരുന്നു. maybe fight back to the father. ആരോഗ്യമുള്ളവനായിരുന്നു. He was healthy. എന്നാൽ അപ്പച്ചന്റെ ദൈവത്തിൽ വിശ്വസിച്ച He പൈതൽ, believed in the God of his അപ്പച്ചന്റെ father. ആരാധന വിശ്വസിച്ച He പൈതൽ, believed in the worship of his അപ്പച്ചന്റെ father. ദൈവത്തിലും നടത്തിപ്പിലും പ്രവൃത്തിയിലും വിശ്വാസമുള്ള പൈതൽ, The child who believed in the God and the worship of his father. Praise the Lord. Hallelujah. കുഞ്ഞ് ജനിച്ചു വളർന്നു വരുന്നപ്പം മുതൽ Since the child ദാനത്തെ ദാനിച്ച് ജീവിക്കുക മാത്രമല്ല അബ്രഹാം ചെയ്തത്, not only was happily living there, കരത്തിൽ കിട്ടിയ
റെവറബിലിറ്റി അതിന്റെ റെവറൻസ് മനസ്സിലാക്കിയവരായിരുന്നു ഇസഹാക്ക്. Isaac understood the reverence in the worship. Hallelujah. ആരാധന വന്നിരുന്ന കുഞ്ഞുങ്ങൾ അന്യവന്യം അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഓർത്തുകൊള്ളണം മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന മാനവും ബഹുമാനവും ദൈവത്തിന് കൊടുക്കുന്ന ആദരവുമേ നിന്റെ പൈതൽ ദൈവത്തിന് കൊടുക്കത്തുള്ളൂ. Dear children of God, you have to understand how much reverence and honor you give to the God and worship. That's only the children going to be. Hallelujah. വിശദീകരണത്തിന് ഞാൻ പോകുന്നില്ല. Let me go explain. അപ്പച്ചാ, Father, നീ എന്നെയാണ് യാഗം കഴിക്കുവാൻ ദൈവം നിന്നോട് പറഞ്ഞതെങ്കിൽ if the God told you to sacrifice me, അതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ് he said, do as it is. കൈയും കാലും കാണിച്ചു കൊടുത്ത പൈതൽ The child to show the hand and the leg. യാഗപീഠത്തിന്മേൽ വെച്ച് Oh, when he put on the altar, ദൈവം പറഞ്ഞതുപോലെ കൊടുക്കുവാൻ താല്പര്യപ്പെട്ട when he decided to give it to God, വാള് കരത്തിലെടുത്തപ്പോൾ when he took the sword in his hand, പരീക്ഷയിൽ അവൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ when he got victorious in his സ്വർഗത്തിന് hand, മനസ്സിലായി the heaven ഞാൻ understood. എന്താവശ്യപ്പെട്ടാലും അവൻ തരും, He will give me anything I ask. എന്താവശ്യപ്പെട്ടാലും അവൻ തരും. Whatever I ask, he will give me. അവന് തരുവാൻ മടിയുള്ളവനല്ല, He don't hesitate. അവന് കൊടുക്കുവാൻ പിശുക്കുള്ളവനല്ല, He don't be stingy. അവൻ കൊടുക്കുന്നതിൽ മടി കാണിക്കുന്നവനല്ല. He don't be hesitant. ഞാൻ ആവശ്യപ്പെട്ടാൽ തരുന്നവനാണ്. He will give me my ask. സ്വർഗം പറയുകയാണ്, The heaven is saying, അവന്റെ മേൽ കൈവെക്കൽ. don't put your hand on the child. നീ ഈ തീരുമാനത്തിൽ ഉറച്ചു മുമ്പോട്ട് കടന്നു വന്നപ്പോൾ When you are coming in this decision, യാഗം കഴിക്കേണ്ട വസ്തുവും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. തല തിരിഞ്ഞു നോക്ക്. you turn around and look, you are sacrificing the ദൈവം animal is there. പറയുന്ന അനുസരിച്ച ദൈവത്തിന്റെ പൈതലേ, The child of God who ഒന്ന് obeys the തിരിഞ്ഞു God. നോക്ക്. നിന്റെ ബ്ലെസ്സിംഗ് കാണാമെങ്കിൽ You turn around ഒന്ന് and തിരിഞ്ഞു നോക്ക്. നിനക്കുള്ള അനുഗ്രഹം turn around and see your ഒന്ന് തിരിഞ്ഞു blessing. നോക്ക്. Turn നിന്റെ around and look your ആവശ്യമുള്ള വസ്തു blessing. The God has given you the blessing. Hallelujah. 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 അന്യോന്യം നോക്കി ഷർട്ടിന്റെയും സാരിയുടെയും കളർ നോക്കിയല്ല, ഒന്ന് തിരിഞ്ഞു നോക്ക്. ദൈവപ്രവർത്തനം കാണണമെങ്കിൽ, If you want to see the ദൈവപ്രവർത്തനം കാണണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്ക്. പ്രിയ സഹോദരാ, God in your brother and sister. നിന്റെ മകന് പകരമായി Therefore, instead of നീ your brother, കൊടുക്കുവാൻ തീരുമാനിച്ചതിന് പകരമായി instead of you whatever you ദൈവം നിന്നെ കൊണ്ട് കൊടുപ്പിച്ചില്ലെന്ന് മാത്രമല്ല, not only God has made it നിന്നെ evil, ഒന്നും ദൈവം കുറച്ചില്ലെന്ന് മാത്രമല്ല, not only God did all നിന്നെ it ഒന്നും evil, ദൈവം നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, not only God did lose നിന്നെ you, ഒന്നും ഇല്ലായ്മ ചെയ്തില്ലെന്ന് മാത്രമല്ല, God destroyed it. അതിന് പകരമായി മറ്റൊന്ന് നിനക്ക് വേണ്ടി ദൈവം കരുതി. God had something else for you. ആബ്രഹാമാണ് പറയുന്നത്, യഹോവ ഇരേ. That Abraham is saying, Jehovah Jireh, അവൻ കരുതിക്കൊള്ളും. He cared for me. Hallelujah. ഒരു വ്യക്തി എനിക്കറിയാം. I know a person. നമ്മുടെ ഈ ചർച്ചിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. I worship in our church. വലിയ വരുമാനമൊന്നുമില്ല. He don't have no big income. പക്ഷെ കിട്ടുന്നതിൽ കൂടുതൽ ദശാംശത്തിന്റെ ഇരട്ടി കർത്താവിന് കൊടുക്കാൻ വലിയ മനസ്സാണ്. More than double of his income he want to give to the God. എല്ലാവരെയും പോലെ വലിയ ഭവനമില്ലെങ്കിലും, Even though he have no big house like എല്ലാരെയും പോലെ വലിയ കാറില്ലെങ്കിലും even though he don't have a big house like അവരുടെ God, ജീവിതത്തിൽ സന്തോഷമുണ്ട്. they have peace in their house. അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്. They have peace and joy in their അവരുടെ life. കുഞ്ഞുങ്ങൾ ദൈവഭയത്തിൽ വളരുന്നുണ്ട്. Their children are living in the fear ഇത് of God. കാണുമ്പോൾ എന്തിനാ പണമെന്ന് ചിന്തിച്ചു പോകും. When you see that, you think, why I need എന്തിനാ money? വലിയ വലിയ കാര്യങ്ങളെന്ന് ചിന്തിച്ചു Why I പോകും. need great things? നിന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നതിൽ വലിയ ധനം നമുക്കൊന്നുമില്ല. There is no any other work is better than your children walking in the truth. എന്തെല്ലാം ഉണ്ടായിട്ടും മനസമാധാനമില്ലാതെ കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ലെങ്കിൽ, If you have everything and you cannot sleep with it peacefully, ഇന്ന് രാവിലെ കൊടുക്കാൻ എത്ര പേര് താല്പര്യപ്പെടും? how many of them ready to give to God? കർത്താവ് ചോദിച്ചാൽ കൊടുക്കാൻ If God asks you to give, ഞാൻ എന്റെ തന്നെ അതിന് സമർപ്പിക്കുന്നു ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? how many of them desire that I എല്ലാ കണ്ണുകളും കേട്ടെ. every എന്റെ സമയത്ത് ഞെട്ടവും മറ്റു പല ഭാഗങ്ങൾ ഉറപ്പിക്കാൻ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ സമയം കഴിയും. I want so many other things to be let you know, but I have the time. കർത്താവ് ചോദിച്ചത് കൊടുത്താൽ, If you give what God asks you, നിന്റെ ആരോഗ്യം കൊടുത്താൽ, if you give your health, നിന്റെ സമയം കൊടുത്താൽ, if you give your നിന്റെ time, പണം കൊടുത്താൽ, if you give your money, നിന്റെ കഴിവ് കൊടുത്താൽ, your ability, നിന്റെ സാമർഥ്യം കൊടുത്താൽ, your smartness, നിന്റെ കൃപകൾ കൊടുത്താൽ, your talent, നിന്റെ എല്ലാ സോഴ്സസുകളും കർത്താവിന് വേണ്ടി കൊടുത്താൽ, if you give all your sources to God, നിന്റെ ഒന്നും ദൈവം കുറയ്ക്കത്തില്ല. God not going to withhold anything ദൈവം from ഒന്നും you. കുറയ്ക്കത്തില്ല. God not going to make you ഇന്ന് രാവിലെ less. സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ, If I give the testimony, അബ്രഹാം ഇവിടെ എഴുന്നേറ്റെന്ന് പറയും, Abraham stand here and say, എനിക്കൊന്നും നഷ്ടമാക്കിയില്ല ദൈവം, God didn't make me to lose anything. എനിക്കൊന്നും നഷ്ടമാക്കിയില്ല ദൈവം. God did not lose അത് make me lose മാത്രമല്ല, anything. എന്നോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. Not only that, God
അവനോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽ പോലെ എണ്ണിക്കൂടാത്ത അനുഗ്രഹങ്ങൾ, എണ്ണിക്കൂടാത്ത അനുഗ്രഹങ്ങൾ, വർണ്ണിച്ചുകൂടാത്ത അനുഗ്രഹങ്ങൾ, നന്മകൾ എന്റെ മേൽ ദൈവം പകർന്നു തന്നു. അതുകൊണ്ട് അബ്രഹാം പറയും, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, ഒന്നിച്ചവന്റെ വിശുദ്ധ നാമത്തെ ഉയർത്താം. അവൻ വലിയവൻ, അവൻ വലിയവൻ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ. ആകയാൽ അവൻ നമ്മോട് പറയും, മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും, മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അവൻ നമ്മോട് പറയും, രാവിലെ കൊടുക്കുവാൻ താല്പര്യപ്പെടൂ, ദൈവം നിനക്ക് ദോഷം വരുത്തുകയില്ല. പ്രാർത്ഥിക്കാം.